ഈ ചക്കിപ്പാറ കയറാനായിട്ട് നമുക്ക് പോകേണ്ടത് ഇതുവഴിയാണ് പോകേണ്ടത്. സൺസെറ്റ് കാണാനായിട്ട് ഇത് ബെറ്ററാണ്, സൂപ്പർ സ്ഥലമാണ്. എന്തൊക്കെയുണ്ട് ഗൈസ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ ഇന്ന് നമ്മള് വീട്ടിൽ ഇരുന്നപ്പോൾ നമ്മള് ചക്കിപ്പാറയ്ക്ക് പോകണം. അതായത് തൊടുപുഴ വാഴക്കുളം ചക്കിപ്പാറ അല്ല, ഇത് മുണ്ടക്കയം ചക്കിപ്പാറയാണ്. അപ്പൊ ഞാനും അതെ അനിയനും കൂടെ പോവാണ് ഇല്ലടാ. അപ്പൊ നമ്മള് ഇവിടെ നിർത്തി, ഇവിടെ നമുക്കൊരു ഇൻട്രോ എടുത്തിട്ട് അങ്ങ് പോവാന്ന് വിചാരിച്ച്. അപ്പൊ ഇനി നമ്മൾ നേരെ പോവാണ്, നമുക്കണ്ട് ആ ഒരു ഏരിയയിലൊക്കെ ആയിട്ട് എത്തണം. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാണ്. ചെറിയ നല്ല മഴക്കോള് ചെറുതായിട്ടുണ്ട്, എന്തിനും കുഴപ്പമില്ല, നമുക്ക് പോവാം. ഗൈസ് നമ്മൾ ഇവിടുന്ന് കയറി പോകുമ്പോഴത്തേക്ക് നമുക്കൊരു 3-4 സ്റ്റോപ്പ് ഉണ്ട്, ഇങ്ങനെ വ്യൂ കാണാനായിട്ടുള്ളൊരു പക്ക ഒരു സ്ഥലം പോലെ ഉണ്ട്. അപ്പോൾ നമ്മളതേലും അവിടെ നിന്ന് ഇങ്ങോട്ടാണ് കയറി വന്നത്. നമുക്ക് പോകേണ്ടത് ആ വഴിക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു വ്യൂ ആയിട്ട് നമുക്ക് നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ. ഇപ്പോൾ ചെറിയൊരു മഴ മൂടി നിൽക്കുകയാണ്. ഇവിടെ സൺസെറ്റ് കാണാനൊക്കെ ആയിട്ട് സെറ്റപ്പാണ്. അതിവിടെ അല്ല, കുറച്ചുകൂടെ മേലോട്ട് പോകണം. അത് നമുക്കിപ്പോൾ പോകാം. ആ ഒരു വഴിക്ക് പോകുമ്പോൾ കുറച്ച് സൺസെറ്റ് കാണാൻ സെറ്റപ്പാണ്. നല്ലൊരു ഏരിയയാണിത്. പറഞ്ഞാൽ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് വാഗമണ്ണ് കാണാനായിട്ട് പറ്റും. നമ്മുടെ ആ ഈ ഒരു മല അത് മൊത്തം വാഗമണ്ണാണ്. രണ്ടാമത്തെ വ്യൂ പോയിന്റ് നമ്മൾ നേരത്തെ കണ്ടത്, അതായത് നമ്മൾ കുറച്ച് മുമ്പേ കണ്ട വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മലയുടെ അപ്പുറത്തെ സൈഡാണ്, അപ്പുറത്തെ സൈഡ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇത് ഓപ്പോസിറ്റ് സൈഡാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ സൺസെറ്റ് കാണാനായിട്ട് ഇത് ബെറ്ററാണ്, സൂപ്പർ സ്ഥലമാണ്. എനിക്ക് ക്യാമറയിൽ എത്രത്തോളം ആ ഒരു വ്യൂ കിട്ടുന്നത് എനിക്ക് അറിയത്തില്ല. ഇതിങ്ങനെ അങ്ങോട്ട് നിലന്നും കിടക്കുക, നമുക്ക് ദൂരെ വരെ കാണാൻ നല്ലോണം. അപ്പം അതുപോലെ നമ്മുടെ മുതുകോര മല വരുന്നത്, അതൊരു ഹില്ലാണ് ഇവിടെ ഉള്ളത്. അത് ഇതിന് രസം, അത് ഇതിന് ഹൈറ്റിൽ വരുന്നൊരു സ്ഥലമാണ്. അവിടെ നമുക്ക് വേറൊരു ദിവസം പോവാം. നമ്മൾ പോകാൻ പോകുന്നത് ആ ഏരിയയിലായിട്ട് അവിടെ ഒരു ചെറിയൊരു പാറ പോലെ ഉണ്ട്. അപ്പോൾ അവിടോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. നമ്മുടെ വണ്ടി തന്നെ അവിടെ കൊണ്ട് വെച്ച് നമുക്കിനി ചക്കിപ്പാറ കയറാനായിട്ട് നമുക്ക് പോകേണ്ടത് ഇതുവഴിയാണ് പോകേണ്ടത്. ഇവിടെ ആണെങ്കിൽ നല്ല കാറ്റൊക്കെ ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു മഴക്കാലം ഇതായിട്ടുണ്ട്, ഭൂരിഭാഗം സ്ഥലത്തും ഇപ്പോൾ മഴ പെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നലെ ഇവിടെ നല്ല മഴയായിരുന്നു. ഇന്ന് രാവിലെയൊക്കെ നല്ല മഞ്ഞായിരുന്നു. ഇപ്പം ചെറുതായിട്ട് നല്ല തണുത്ത കാറ്റും ഒരു നല്ലൊരു തണുപ്പായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ഇപ്പം മൊത്തത്തിൽ. പോകാനുള്ള വഴി ഇതാണ്, പ്രത്യേകിച്ച് വഴിയായിട്ടൊന്നും ഇല്ല. കുറേ കല്ലും കെട്ടിയിട്ടുണ്ട്, അതുവഴി സൈഡ് പിടിച്ച് നമ്മളങ്ങ് കയറി പോവുക. ഇത് ഡേഞ്ചറസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡേഞ്ചറസ് അല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡേഞ്ചറസ് ആണ്. ഈ ഏരിയയിൽ വേറെ സുരക്ഷയും കാര്യങ്ങളൊന്നും ഇല്ല, ഒന്നാമതെ ആൾക്കാരും ഭയങ്കര കുറവാണ്. ഈ വഴി നമുക്ക് കുറച്ച് മേളോട്ട് കയറി പോകണം. ഓരോ ഇടയ്ക്കിടയ്ക്കായിട്ട് നമുക്ക് നല്ല രീതിക്ക് ഒരു വ്യൂ കാണുന്നൊരു പോയിന്റ് വെച്ച് കിട്ടുന്നുണ്ട്. ആണ് ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത കണ്ടത്. അല്ല ഞാൻ പറഞ്ഞത് അടുത്ത വ്യൂ പോയിന്റ്. ഞാൻ പറഞ്ഞു ഈ ഒരു ഏരിയയിൽ ഒത്തിരി വ്യൂ പോയിന്റ്സ് ഉണ്ട്, നമുക്ക് നിന്ന് ആസ്വദിക്കാൻ പറ്റിയ ഒരുപാട് സ്ഥലമുണ്ട്. അയ്യോ മടുത്ത് കാണുന്നതല്ല ഒരേ വ്യൂ ആണെങ്കിലും പല സ്ഥലത്ത് കാണുന്നുണ്ട്, ഒരു പുതുമ തോന്നുന്നുണ്ട്. ഈ ഒരു സ്ഥലത്തോട്ട് പോകുന്നതിൻ്റെ വീഡിയോ, അതായത് ഒരു ഷോർട്സ് റീല് പോലെ ഞാൻ നേരത്തെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടവർക്കാണെങ്കിൽ സ്ഥലം പെട്ടെന്ന് കത്തും. പിന്നെ ഇവിടെ ഉള്ളവർക്ക് അറിയാം, ഇത്ര പുതിയ സ്ഥലമൊന്നും അല്ലത്, ടാസ്ക്കാണ് ഈ വഴി അങ്ങോട്ട് കയറി പോകുന്നത്. ആ ഒരു പാറ ഉണ്ടോ ആ മേളിലോട്ട്. നമുക്ക് ഇതുവഴി 2 വഴി കയറിപ്പാം. ഒരു വഴി ഇതുണ്ട്, ഇതുവഴി ഇങ്ങനെ കയറിപ്പാം. അതായത് പാറ വരഞ്ഞ് കയറണമെന്നുണ്ടെങ്കിൽ ആ വഴി കയറിപ്പോവാം. നമുക്ക് റിസ്ക് എടുക്കണം, നമുക്ക് ഈ വഴി തന്നെ കയറിപ്പോം. പറഞ്ഞാൽ ഓടിയിട്ടാന്ന് തോന്നുന്നു, കിണക്കുന്ന വല്ലാണ്ട്. അയ്യോ ആരെയും വിരുദ്ധ എത്താതെ കേട്ടോ, കണ്ടോ അവിടെ എത്തിയാൽ മതി. അയ്യോ എത്തി ഗൈസ്, ഫൈനലി മണ്ടക്കെത്തി. അടുത്തോളാ കുഞ്ഞിട്ട് ദേശം എന്താണ്ട അറിയാനുള്ള മഴന്ന്. ഇതാണ് ചക്കിപ്പാറ, അതായത് വാഴക്കുളത്തെ ചക്കിപ്പാറയല്ല, മുണ്ടക്കയം ചക്കിപ്പാറ. നമുക്ക് കിട്ടുന്ന ഫൈനൽ വ്യൂ.
അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ചക്കിപ്പാറ വ്യൂ പോയിന്റ്. രസമുള്ളൊരു സ്ഥലമാണ്. ഇവിടെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇവിടെ വരുന്നതാണ് സ്ഥലമായിട്ട്. നിങ്ങളെപ്പോഴേലും ഈ ഒരു വഴിക്ക് വല്ലതും വരുവാണെങ്കിൽ ജസ്റ്റ് ചുമ്മാ ഒന്ന് വന്ന് കണ്ടിട്ട് പോവുക. സമയമുണ്ടെങ്കിൽ വന്ന് കണ്ടിട്ടൊക്കെ പോവുക. നല്ലൊരു സ്ഥലമാണ്. ഇപ്പോൾ സമയം ഉച്ചയാണ്. ഉച്ചയ്ക്ക് പ്രാന്താണോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഴ മൂടി നിൽക്കുന്നതുകൊണ്ട് വന്നതാണ്. അല്ലെങ്കിൽ ഇത്രയും വെയിലല്ലേ, വരത്തില്ലല്ലോ. ഒരു വൈകുന്നേരങ്ങളിൽ ഒരു 4 മണി കഴിഞ്ഞ് 4:30 കഴിയുമ്പോഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ സെറ്റപ്പാണ്. നല്ലൊരു ഒരു മൂടി നിൽക്കുന്ന കാലാവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ ചേരാൻ സംസാരത്തേക്ക് ഇരിക്കാൻ പറ്റിയ നല്ല കിട്ടിയ സ്ഥലമാണ്. പിന്നെ സൺസെറ്റ് കാണാനായിട്ട് ഇത് കിട്ടിയ സ്ഥലമാണ്. ഞാൻ അതുവരെ വന്നിട്ടില്ല. കുറേ കൂട്ടുകാരൊക്കെ പറഞ്ഞിട്ടുണ്ട് സൺസെറ്റ് കാണാൻ അടിപൊളിയാണ്. നമുക്ക് അടുത്ത ദിവസം വന്ന് സൺസെറ്റ് കാണാം, സെറ്റപ്പാക്കാം. പിന്നെ ഒരു സൺറൈസും, അത് കാവാലിയിൽ, ഊട്ടിക്ക് കാവാലിയിലെ സൺറൈസ് അടിപൊളിയാണ്. ഞാൻ ഇടുന്നോടെ പോയിട്ടുണ്ട്. ഞാൻ റീലിൽ ഞാൻ കുറേ ഇട്ടിട്ടുണ്ട്. അതും സെറ്റപ്പാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊരു വീഡിയോ ചെയ്യണം. പിന്നെ ഇന്നലെ വീഡിയോ വന്നിട്ടില്ല, അതായത് ഞായറാഴ്ച വീഡിയോ വന്നിട്ടില്ല. പ്രത്യേകിച്ച് കണ്ടന്റ് ഇല്ലാഞ്ഞുകൊണ്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെയാണ്. എങ്കിൽ ഞാൻ പോയൊന്നുമില്ല, വീട്ടിൽ തന്നെ ആയിരുന്നു. ഇതായിപ്പോയി, മുടക്ക് പറയുമല്ല, ആയിപ്പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തോ ചെയ്യണം? ലൈക്ക് ചെയ്യണം. ഷെയർ ചെയ്യാത്തവർ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഡെയിലി വ്ളോഗ്സ് 5:45 PM. ഓക്കെ, അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.